മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ഇന്ന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങും. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണവും ഇന്ന് നടക്കും. ഡൽഹി വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വിവരങ്ങളുമായി ശ്രീകാന്ത് വീണ്ടും ചേരുന്നു. ശ്രീകാന്ത്, നമ്മുടെയൊക്കെ അഭിമാനമാണ് ലാലേട്ടൻ. ഇതിപ്പോൾ ഒരു പരമോന്നത പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. മറുവശത്ത് വിജയരാഘവൻ, ഉർവശി അടക്കമുള്ളവർ അവിടെ ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങാനും എത്തിച്ചേരുന്നു. കൃഷ്ണരാജ, മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനം കൊണ്ട് തല ഉയർന്നു നിൽക്കുന്ന ദിവസം എന്ന് വേണമെങ്കിൽ പറയാമെന്ന്. കാരണം മലയാളത്തിൻ്റെ മഹാനടൻ നമ്മുടെയൊക്കെ ലാലേട്ടൻ ഇന്ന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയുടെ പേരിലുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഇത് ഇന്നത്തെ ദിവസം ഒരു കാരണവശാലും മറക്കാനാകില്ല. ഒരുപക്ഷെ അദ്ദേഹം അത് ഏറ്റുവാങ്ങുന്ന ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്താണ് ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് ഏറ്റുവാങ്ങുന്ന സമയത്ത് വലിയ ആഘോഷങ്ങൾ കേരളത്തിൽ ഇതിനോടകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകാം. ഇവിടെ ഡൽഹിയിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഈ അവാർഡ് വാങ്ങാൻ വന്ന ഘട്ടത്തിൽ വിവിധ മേഖലകളിലായി അതിൻ്റെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ മലയാളി സമൂഹം ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. മോഹൻലാൽ വളരെ സന്തോഷം ഈ ഒരു നേട്ടത്തിന് എന്നുള്ള രീതിയിൽ പ്രതികരണം നടത്തിയാണ് ഇന്നലെ ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തത്. ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹം എത്തുകയും ചെയ്തത്. ഇന്ന് വൈകിട്ടാണ് ഈ പരിപാടി നിശ്ചയിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും ഈ പുരസ്കാരം അദ്ദേഹം ഏറ്റുവാങ്ങും. ഒപ്പം ദേശീയ ചലച്ചിത്ര അവാർഡ് കൂടി ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു ദിവസം എന്ന് പറയാം. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും മോഹൻലാലിന് ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ആശംസകൾ വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയും മോഹൻലാലിനെ കുറിച്ച് എഴുതുകയും അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ശരി, മലയാളത്തിൻ്റെ മഹാനടൻ, എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടൻ ഇന്ന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങും. ഒപ്പം മലയാളികൾ ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഉർവശി, വിജയരാഘവൻ അടക്കമുള്ളവർ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.